ഭക്ഷണം വികാരമാക്കിയ മനുഷ്യരുടെ കാലമാണിത്. അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങൾ ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയും ഈ വൈവിധ്യങ്ങൾക്ക് പിന്നാലെ ഭൂരിഭാഗവും പാഞ്ഞുകൊണ്ടിരിക്കും. ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാണെന്ന് അവകാശപ്പെടുന്നവർ പോലും ഭക്ഷണം പരസ്യങ്ങളിലും രുചികളിലും കാഴ്ചയിലുമൊക്കെ ആ ശ്രദ്ധ കൈവിട്ട് കളയാറുണ്ട്. അടുത്തിടെ ചില പാനീയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിയുണ്ടായതും ഇന്ത്യൻ നിർമ്മിത മസാലപ്പൊടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയതും പുനർനാമകരണത്തിന് ഒരു കമ്പനി നിർബന്ധിതമായതുമെല്ലാം കാണിക്കുന്നത് മാറിയ നമ്മുടെ ഭക്ഷണ സംസ്കാരം തന്നെയാണ്. അതിന്റെ ഫലങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതും. ഉയർന്ന തോതിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ബോൺവിറ്റ് പോലുള്ള പാനീയങ്ങളെ ആരോഗ്യ പാനീയങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഇന്ത്യൻ സർക്കാർ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പുതിയ ഭക്ഷണ ചർച്ച ആരംഭിക്കുന്നത്. ബോൺവിറ്റ ഉൾപ്പെടെയുള്ളവയെ ഹെൽത്ത് ഡ്രിങ്ക് വിഭാഗത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് വ്യവസായ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു. NCPR സമിതി CRPCയുടെ 14-ാം അനുച്ഛേദ പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ FSSAI നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡ്രിങ്ക് എന്നൊരു വിഭാഗമില്ലെന്ന് കണ്ടെത്തി. അങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് പാനീയങ്ങൾ വിൽക്കുന്നത് നിയമപരമല്ലെന്ന് കണ്ടെത്തിയതായും ഏപ്രിൽ 10-ന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന പേരിൽ വിൽക്കുന്ന പാനീയങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ വ്യവസായ മന്ത്രാലയം തീരുമാനിച്ചത്.